ഹായ്, നിങ്ങളിൽ എത്ര പേര് രശ്മിക മന്ദാനയുടെ ഗേൾ ഫ്രണ്ട് എന്ന സിനിമ കണ്ടിട്ടുണ്ട്? ആ സിനിമയുടെ അതേ കഥ തന്നെയല്ലേ ഈ അനുപമ പരമേശ്വരനും വന്ന് പറയുന്നത്? എനിക്കിത് ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴേ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. കാരണം എനിക്ക് രശ്മികയുടെ സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ എനിക്ക് ഗേൾ ഫ്രണ്ട് എന്ന സിനിമ തന്നെയാണ്. ഒരുപാട് പേര് പുഷ്പ എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് പുഷ്പ സിനിമ എനിക്ക് ഭയങ്കര താല്പര്യം ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അതിലെ കഥയും അതിലെ ആ ക്യാരക്ടറും സൂപ്പറായിട്ട് രശ്മിക ചെയ്തിട്ടുണ്ട്. അതിലെ നടനെ തന്നെ ഒരു അധികം ഫെമിലിയർ അല്ലാത്തൊരു നടനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം സംശയിച്ചു, എന്തിനാണ് രശ്മിക്ക് ഇങ്ങനെ ഒരു നായകനെ കൊടുത്തത് എന്ന് ആദ്യം ഞാൻ ഡൗട്ട് അടിച്ചു. പിന്നെ ഞാൻ കണ്ടു തീർന്നപ്പോഴത്തേക്കാണ് ഇതിൽ വേറൊരു നായകൻ അഭിനയിച്ചാലും നമുക്കത് അത്രയും വർക്കൗട്ട് ആവില്ല. അപ്പോൾ ആ ഒരു അധികം ഫെമിലിയർ അല്ലാത്ത ഒരു നായകനെ തന്നെ കൊണ്ടുവരണം, അപ്പോൾ തന്നെ ആ കഥയ്ക്കൊരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലെ നായിക എന്ന് പറയുന്നത് അധികം നല്ല ഒരു നാടൻ രീതിയിൽ വന്നൊരു പെൺകുട്ടി കോളേജിൽ വന്നതിന് ശേഷം ഒരാളുമായി ഇഷ്ടത്തിലാകുന്നു. പിന്നെ അയാളുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് മാത്രം ചെയ്തു പോകാനായിട്ട് ആണ് അവളെ കൊണ്ട് നടക്കുന്നത്. അവൾ എന്തിടണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരടുത്ത് സംസാരിക്കണം എന്നുള്ളത് മൊത്തവും അയാളുടെ ഒരു കൺട്രോളിലായിരിക്കും. അതൊക്കെ കൂടെ സഹിക്കെട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു രശ്മിയായിരിക്കും നമുക്ക് ഗേൾ ഫ്രണ്ട് എന്ന സിനിമയിൽ കാണാനായിട്ട് സാധിക്കുക. അതേ ഒരു കഥ തന്നെയാണ് ഈ അനുപമ പരമേശ്വരൻ്റെ ഇൻ്റർവ്യൂ കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നത്. 2 പാർട്ടിലും ഞാൻ കണ്ടായിരുന്നു. ഇത് പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. കാരണം ചിലടത്ത് ടോക്സിക് എന്നും ചിലടത്ത് ഓവർ കെയറിങ് എന്നും ഇതിൽ ഒരു വാക്ക് അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, നാർസിസിസ്റ്റിക് അബ്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നേരിട്ട ഒരു വ്യക്തി അവരുടെ അവസ്ഥകളെല്ലാം വന്ന് തുറത്തും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പാർട്ട്ണറായിട്ടിരുന്ന ആളുടെ നേരിട്ട കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അവർ പറയുന്നതല്ലോ, ഒരു ദിവസം ഭയങ്കര സ്നേഹമെങ്കിൽ പിറ്റേ ദിവസം അന്യനായിരിക്കും, പിന്നെ പിറ്റേ ദിവസം ഭയങ്കര കരഞ്ഞു മെഴുകലായിരിക്കും, പിന്നെ പിറ്റേ ദിവസവും ഭയങ്കര സ്നേഹം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആർക്കായാലും മടുക്കും. പിന്നെ ഒരുവിധം പിടിച്ച് ഉന്തി തള്ളി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, കല്യാണം കഴിഞ്ഞവരടക്കമുണ്ട്, കല്യാണം കഴിഞ്ഞ ഒത്തിരി പേരുണ്ട്. കാരണം ചിലർക്ക് എനിക്കൊരു മകളായിപ്പോയല്ലോ, എനിക്കൊരു മകനായിപ്പോയല്ലോ, ഞാൻ ഇനി കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചെന്ന് കയറാൻ വേറൊരു സ്ഥലമില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് ചെന്ന് കയറാൻ വേറൊരു സ്ഥലമില്ല, ഞാൻ പിന്നെ എവിടെ പോകും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അനുപമ ഈ ഒരു കാര്യം അന്ന് തുറന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ അറിയാത്തതും കുറച്ച് ഇതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും അറിയാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കാരണം ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുമ്പോൾ പലർക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. പക്ഷേ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് ഒരു കെയറിങ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞു തുടങ്ങും. അവർ തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ജീൻസും ടോപ്പും ഇട്ടു, നാളത്തെ ദിവസം ചുരിദാർ ഇടുകയാണെങ്കിൽ ആ ചുരിദാർ ഇട്ട വാവ് സൂപ്പർ ബേബി, ഇപ്പോൾ തന്നെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു ഭാര്യയെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ രീതിക്ക് പറയും. അപ്പോൾ 1 ചുരിദാർ വാങ്ങുന്നു, 2 ചുരിദാർ വാങ്ങുന്നു, 3 ചുരിദാർ വാങ്ങുന്നു, 4 ചുരിദാർ വാങ്ങുന്നു. എൻ്റെ ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേഷമാണ്, അങ്ങനെ നമ്മൾ എടുക്കും. അതൊക്കെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, അതിൽ പ്രശ്നം പറയും. പക്ഷേ ഇതെല്ലാം ഞാൻ ഈ അബ്യൂസിന് കൂട്ടുന്നില്ല കേട്ടോ. കാരണം ചിലതൊക്കെ ഈ കെയറിങ്ങിൽ പെടും. ഇതൊക്കെ കെയറിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലാണ്, ഞാൻ പറഞ്ഞല്ലോ. കാരണം ചെറുതൊക്കെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ഹസ്ബൻഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പാർട്ട്ണറുടെ കഴുത്ത് കാണാൻ പാടില്ല, എൻ്റെ ഭാര്യയുടെ കൈ കാണാൻ പാടില്ല, തുട കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്.
അതൊക്കെയും ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ആർക്കും ഒരു അങ്ങനത്തെ ഇതൊക്കെ ഓപ്പണായിട്ട് ഇരിക്കില്ല. പക്ഷേ ചിലർ അവരുടെ മാത്രം ഇഷ്ടങ്ങൾ നിറവേറ്റും. ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ആ ആൾ പറയുന്ന ഇഷ്ടങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ നമ്മൾ നല്ല ആളാണ് അല്ലെങ്കിൽ നല്ല ആൾക്കാരാണ്, അങ്ങനത്തെ രീതിയാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അല്ലേ? സ്നേഹിക്കുന്ന കാര്യത്തിലല്ല പറഞ്ഞത്, പക്ഷെ ഒരു കൺട്രോളിങ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര നിന്നിൽ ഭയങ്കര ഒരു കണക്ഷൻ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിലും ശുദ്ധമണ്ടത്തരം കാര്യങ്ങളാണ്. രണ്ടുപേരും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനും രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കാരണം സ്നേഹിക്കുന്നു ഓക്കെയാണ്, പക്ഷെ അത് മനസ്സിലാക്കി ജീവിക്കണം. ഒരാളുടെ ഇഷ്ടം മാത്രം നിറവേറ്റുന്നതല്ല സ്നേഹവും പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇഷ്ടം നിറവേറുന്നതല്ല, രണ്ടുപേരുടെ ഇഷ്ടവും നിറവേറണം. എന്നുവെച്ചാൽ ഞാൻ ഈ കാര്യം ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അല്ലെങ്കിൽ നീ ഈ കാര്യം ചെയ്തതിൽ എനിക്ക് എന്തെങ്കിലും, അങ്ങനത്തെ രണ്ടുപേരും നമ്മൾ ചിന്തിക്കണം. പക്ഷെ രണ്ടുപേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, രണ്ടുപേരുടെ ഇഷ്ടങ്ങളും നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് പോകണം. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, കാരണം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ കളഞ്ഞിട്ട് തന്നെ ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ്, എനിക്കായിട്ട് ഒരു ഇഷ്ടം പോലും ഇല്ല, എനിക്കൊന്നുമില്ല, എനിക്ക് ആഗ്രഹങ്ങളെ ഒന്നുമില്ല എന്ന് പറയുന്ന എത്ര ചേച്ചിമാരെ നമ്മളിടയിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല, അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റിയിട്ടില്ല, അവരുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പോലും നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സിറ്റി വരെ കാണാത്ത, അല്ലെങ്കിൽ സിറ്റി വരെ ഒറ്റയ്ക്ക് പോവാത്ത എത്രയോ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും, നിന്നെ കെട്ടുന്ന ആൾക്ക് ഇനി നിന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും എന്നൊക്കെയാണ് വീട്ടുകാർ മുമ്പൊക്കെയും എവിടെയെങ്കിലും കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ടൂർ പോകുമ്പോഴോ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴൊക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കെട്ടിയിട്ട് ഒരിടത്തും പോയില്ല, നമ്മളെ പിള്ളേർ വളർന്നിട്ട് ഒരിടത്തും പോയില്ല, നമ്മളെ ചെറുമക്കളായിട്ട് നമ്മൾ ഒരിടത്തും പോയില്ല. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൽ പെടും കേട്ടോ. കാരണം അവർക്ക് ഇപ്പോഴും വീട് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക, വീട്ടിലെ കാര്യം നോക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുക, സമയത്തിന് ആഹാരം കൊടുക്കുക, ഇത് മാത്രമാണ് അവരുടെ ജീവിതം എന്ന് പറയണം. അല്ലാതെ വേറെ ഒരു ലൈഫും അല്ലെങ്കിൽ വേറെ ഒരു ഇതും അവർക്കില്ല. കൃത്യമായിട്ട് ഭർത്താവിന് ആഹാരം കൊടുക്കുക, കൃത്യമായി വീട്ടുജോലി ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരിടത്തും അല്ലെങ്കിൽ പോകണമെന്നോ അല്ലെങ്കിൽ വരാനെന്നോ അങ്ങനെ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതെനിക്കറിയാമെന്നുള്ള വ്യക്തികളെയും കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും ഈ കുട്ടി രക്ഷപ്പെട്ട് വന്നെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സിനിമകൾ നമ്മുടെ സാധാരണ ഫാമിലിയിൽ നിന്ന് മലയാള സിനിമയിലെ പ്രേമം എന്ന നിവിൻ പോളിയുടെ ചിത്രത്തിലൂടെയാണ് ആ കുട്ടി വരുന്നത്. അതിനുശേഷം തമിഴായി, തെലുങ്കായി, കന്നഡയായി, അങ്ങനെ വിവിധ ഭാഷകളിൽ ആ കുട്ടി നല്ല രീതിയിലുള്ള ക്യാരക്ടറുകൾ ചെയ്തു. മുൻനിര നായകന്മാർക്കൊപ്പം നായികയായിട്ട് തിളങ്ങിയ ഒരു സ്റ്റാറാണ്. അധികമൊക്കെ തെലുങ്കിലൊക്കെ പിടിച്ചിരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് തുടക്കക്കാർക്കൊക്കെ. ഒന്നോ രണ്ടോ പടങ്ങളൊക്കെയും ചെയ്യും. പക്ഷേ ഈ കുട്ടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് എല്ലാ സിനിമകളും ഉണ്ടായിരുന്നു, മലയാളം അടക്കം ചെയ്തിരുന്നു, ഇല്ല എന്നല്ല. പക്ഷെ നല്ല കരിയറിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ആ കുട്ടിയുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ലാതായി പോയേക്കാം. എന്തോ ഭാഗ്യത്തിന് ആ കുട്ടി മുന്നോട്ട് വന്നു, അതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് വന്നു. എന്നിട്ടും ആ കുട്ടിക്ക് നെഗറ്റീവാണ്. കാരണം നെഗറ്റീവ് പറയുന്നതിനും കാര്യമുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഭയങ്കര ഹൈ ലെവലുള്ള പിടിപാടൊക്കെ ഉള്ളവരല്ലേ. ഞാൻ ഈ വ്യക്തിയുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം അനുപമ എന്ന് പറയുന്നൊരു വ്യക്തി ആ കുട്ടിയുടെ പാർട്ട്ണർ ആരായിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലും നമുക്ക് തന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പേരൊക്കെ വരുന്നുണ്ട്, ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല, ആരോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ചില ചാനലിലൊക്കെ പറയുന്ന കേട്ടു. കാരണം ആ ഒരു ആള് വളർന്ന രീതി അങ്ങനെ ആയിരിക്കാം. ആ വ്യക്തിയുടെ അമ്മ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടുകാർ അധികമൊന്നും
മീഡിയാസിനോടോ അല്ലെങ്കിൽ പുറത്ത് പബ്ലിക്കായിട്ടോ അധികം ഒന്നും സംസാരിക്കാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ അത് കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം അവൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അതും നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മൾ വളരുന്ന സാഹചര്യം അത് നമ്മളെ രീതി അങ്ങനെ ആക്കും. എന്നുവെച്ചാൽ നമ്മുടെ സ്വഭാവം നമ്മുടെ വളർന്ന രീതിയായിട്ടായിരിക്കും പൊരുത്തപ്പെട്ട് പോവുക. അപ്പോൾ അത് പുറത്തുനിന്ന് ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടി അത് മാറ്റിയെടുത്തെങ്കിൽ ആ ഒരു കുട്ടിയുടെ വിൽ പവർ തന്നെയാണ്. കാരണം ഒരുപാട് പേർക്കത് പറ്റില്ല. കാരണം നമുക്ക് ഭയങ്കര സ്നേഹമാണ്, കാര്യമാണ്, അവനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തരത്തിൽ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഭയങ്കരമായിട്ട് പോയിരുന്നെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആ പയ്യനൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം അവർ പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിക്കുന്ന ആ കുട്ടി പിന്മാറിയത് തന്നെ ഭയങ്കര ഒരു ലക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഇത് പിന്മാറിയിട്ടുണ്ടായിരുന്നില്ല, ഈ കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ആത്മഹത്യ ചെയ്തു പോയെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർക്കല്ലേ നഷ്ടപ്പെടൂ. അല്ലെങ്കിൽ ഇവനോ അവൻ്റെ വീട്ടുകാർക്കോ ഒന്നും നേടാനില്ല, അല്ലെങ്കിൽ ഒന്നും നഷ്ടമാവാനില്ല. എന്തായാലും ഒരു ദൈവാധീനം കൊണ്ട് ആ കുട്ടി തിരിച്ചു വന്നു. ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്ന് ആങ്കർ ചോദിക്കുന്നുണ്ട്. കാരണം ഇനി സിനിമകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്. കാരണം ആ കുട്ടി സമ്പാദിച്ചിട്ടുണ്ട്, ആ കുട്ടി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ. ഒരിക്കൽ സമ്പാദിക്കുന്നത് അത് നമ്മൾ ദൂർത്തടിച്ച് കളയുന്നതല്ലല്ലോ. ദൂർത്തടിച്ച് കളയാതെ അതൊന്ന് സേവ് ചെയ്ത് വെക്കുന്നതാണ് മിടുക്ക്. ആ ഒരു കാര്യത്തിലും ആ കുട്ടിയോ നല്ലൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്, വർക്കുകളുണ്ട്. വരട്ടെ, റിലീസ് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ കുട്ടിക്കും ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അനുപമ തന്നെ പറയുന്നുണ്ട്. കാരണം മുൻപൊക്കെയും ആളിനോട് സെൽഫി എടുക്കാൻ വരുമ്പോഴത്തേക്കും അത്രയും അധികമായിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാനൊരു പുതിയൊരു ആളെപ്പോലെയാണ് വരുന്നത്. കാരണം സെൽഫി എടുക്കാൻ വരുമ്പോൾ വന്നോ, എനിക്ക് സംസാരിക്കണം, വന്നോ സംസാരിച്ചോ. കാരണം ആ ഒരു രീതിയിലേക്ക് കുട്ടി മാറി. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു റിലേഷൻഷിപ്പിനും നമ്മൾ കഴിച്ച് തൂങ്ങി പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്ന നമ്മുടെ ഒരു താരത്തിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും അവർ രണ്ടുപേരെയും ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. പെണ്ണിൻ്റെ ഭാഗത്തും ന്യായമുണ്ടായിരിക്കാം, ആണിൻ്റെ ഭാഗത്തും ന്യായമുണ്ടായിരിക്കാം. ആരും പിടിച്ചു തൂങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥയില്ല. പക്ഷേ അത് ചെയ്തത് മോശമായിപ്പോയി. കാരണം അവൻ്റെ കൂടെ നിന്നിട്ട് ഇറങ്ങിപ്പോയത് മോശമായിപ്പോയി. കാരണം ഒരാഴ്ചയെങ്കിലും മാറി നിന്നിട്ട് പോയിരുന്നെങ്കിൽ ഞാനത് കുറ്റം പറയില്ലായിരുന്നു. കാരണം ഒരാഴ്ചയെങ്കിലും. കാരണം ഇത് എന്താ, അവൻ്റെ കൂടെ താമസിച്ചിട്ട് ഇറങ്ങിപ്പോയതിൻ്റെ പേരിലേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവരവരുടെ ജീവിതം അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം. ഈ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന് പറഞ്ഞ് തോന്നിവാസത്തിന് ജീവിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യരായ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അവർക്കൊക്കെയും ഒരു വാല്യൂ ഉണ്ട്. ആരും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം താഴ്ത്തി കെട്ടി വെച്ചിട്ട് അവൻ്റെ ഇഷ്ടം മാത്രം നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന രീതിയാണ് തെറ്റ്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, എല്ലാവരും ഇഷ്ടത്തിനും ജീവിക്കണം. അപ്പോൾ പരസ്പരം മനസ്സിലാക്കി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കണം. പിന്നെ ഉത്തരവാദിത്തമില്ലായ്മ, അതും വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം പുരുഷനായ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അല്ലാതെ മറ്റൊരാളെ ചെയ്തു തരും, നമുക്ക് അവരുടെ പൈസ ഉണ്ട്, ഇവരുടെ പൈസ ഉണ്ട്, അങ്ങനെയല്ല. കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണ്ട. നമുക്ക് ജീവിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങണമെങ്കിലോ നമ്മുടെ ആഗ്രഹത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ആഗ്രഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിലോ നമ്മുടെ കയ്യിലെ പൈസ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അത് ചെയ്തു കൊടുക്കണം. ഉത്തരവാദിത്തത്തിൽ ക്യാഷ് മാത്രമല്ല ഞാൻ പറയുന്നത്. കാരണം സ്വന്തം റിസ്കിൽ എല്ലാ കാര്യവും സ്വന്തം റിസ്കിൽ എടുക്കാനായിട്ടുള്ളൊരു മനഃശക്തിയും പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഇനി ആരെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു ഇൻ്റർവ്യൂ കാണും. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ സാധിക്കും. ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന ചാനലിലാണ് കുട്ടിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുള്ളത്. കെയറിങ്ങിൻ്റെ ഭാഗമാണ്. ആരുടെ സംസാരിക്കാൻ പാടില്ല, അതും കെയറിങ്ങിൻ്റെ ഭാഗമാണ്. അങ്ങനെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് തന്നെ അകറ്റി കൊണ്ടുവരുന്നതിന് നമ്മളൊരിക്കലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണെന്നോ നല്ല സ്മൂത്തായിട്ടുള്ള റിലേഷനാണെന്നോ ഒരിക്കലും പറയാണ്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ലൈഫ് ഇനി അനുഭവിക്കുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.